നമസ്കാരം. മീഡിയ വൺ വോട്ട് പാത പാലക്കാട്ടാണുള്ളത്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കാണാം. സീഫ്, ഒരുപക്ഷെ 2022 ശേഷം കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തൊരു പഞ്ചായത്താണ് എലപ്പുള്ളി. എന്തായിരുന്നു കാരണം? അതാണ് എന്ന് വെച്ചാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ചൂടേറിയ പ്രാദേശിക വിഷയങ്ങളിലൊന്ന് എലപ്പുള്ളിയിലെ ബ്രൂവറി വിഷയമാണ്. തീർച്ചയായും എലപ്പുള്ളിയിലെ മണ്ണൂക്കാട് എന്ന സ്ഥലത്ത് 6ാം വാർഡാണ്. അവിടെയാണ് ഒയാസിസ് എന്ന മദ്യ കമ്പനിക്ക് ബ്രൂവറി പ്ലാന്റിനുള്ള അനുമതി സർക്കാർ നൽകുന്നത്. അതിനെതിരെ വലിയ രീതിയിലുള്ള ജനകീയ പ്രതിഷേധം പഞ്ചായത്തിൽ ഉയർന്നു വരികയും ഉണ്ടായി. അതാണ് അപ്പോ അങ്ങനെ ഒരു വലിയ ജനകീയ പ്രതിഷേധം ഇവിടെ അലയടിക്കുന്ന ഘട്ടത്തിലാണ് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ആളുകൾക്ക്, ജനപ്രതിനിധികൾക്ക് ഈ മദ്യശാലയുടെ കാര്യത്തിൽ എന്താണ് ഏറ്റവും ഒടുവിലത്തെ അവരുടെ സ്റ്റാൻഡ്? അത് മാത്രമല്ല, ബ്രൂവറിക്കെതിരായ ഒരു വിലയിരുത്തലാകുമോ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലം എന്നത് കൂടി കാണേണ്ടതുണ്ട്. നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റിൽ നിന്ന് തന്നെ തുടങ്ങാം. പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു, തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് എന്നറിയാം, എങ്കിലും ബ്രൂവറി പ്ലാന്റിനെതിരായ ഒരു വിലയിരുത്തലായിരിക്കുമോ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ്? തീർച്ചയായും. കഴിഞ്ഞ 11 മാസമായിട്ട് സംസ്ഥാന വ്യാപകമായിട്ട് പ്രചരണം ഇതിനെതിരെ ശക്തമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനം എന്ന് മാത്രമല്ല, ഓൾ ഇന്ത്യ ബേസിൽ തന്നെ ഇത്തരം ഒരു ബ്രൂവറിക്കെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധ സമരങ്ങളുമായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വ്യവസായശാല വരുമ്പോൾ തൊഴിൽ സാധ്യതകൾ ഉണ്ടാവും, മറ്റ് വികസന സാധ്യതകൾ ഉണ്ടാകും, അങ്ങനെയൊക്കെ ഉണ്ടാകും. അപ്പോൾ പോസിറ്റീവായി ഇതിനെ കാണാതെ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ബ്രൂവറി ഇവിടെ നടപ്പില്ല എന്ന് പറയാനുള്ള കാരണം? തീർച്ചയായും വ്യവസായം വരുന്നതിനോ തൊഴിൽ ലഭ്യമാകുന്നതിനോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എതിരല്ല. കാരണം വ്യവസായം വരണം, നാടിന് വളർച്ചയുണ്ടാകണം. പക്ഷേ കുടിവെള്ളം റോ മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യവസായം ഈ നാട്ടിൽ വരരുത്. മന്ത്രി ഉൾപ്പെടെ പറയുന്നത് യാതൊരു തരത്തിലുള്ള ജലചൂഷണം ഉണ്ടാകില്ല, മഴ സംഭരണി ഉണ്ടാകും, മറ്റ് മാർഗങ്ങൾ തേടും. ഇവിടെ ഉയരുന്ന പ്രതിഷേധക്കാർ പറയുന്നത് പോലെയുള്ള ഒന്നും സംഭവിക്കില്ല എന്നൊക്കെയാണ്. അതെ, വാക്കുകൊണ്ട് ആർക്കും എന്തും പറയാം. കാരണം നമ്മുടെ മുന്നിൽ 2 ഉദാഹരണങ്ങളുണ്ട്. ഇതേ മിനിസ്റ്റർ തന്നെ പെപ്സി കമ്പനി പ്രതീകാത്മകമായി താഴിട്ട് പൂട്ടിയ അന്ന് MP ആയിരുന്നു. ഇന്ന് മിനിസ്റ്റർ ആയപ്പോൾ ഇരട്ടത്താപ്പാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ കൊക്കക്കോളയ്ക്കെതിരെ വർഷങ്ങളായി സമരം നടത്തിയിട്ട് കൊക്കക്കോള പൂട്ടിപ്പോയിട്ടാണ് അറിയുന്നത് അവിടെ 60ഓളം ബോർവെല്ലുകൾ ഉണ്ടായിരുന്നു എന്ന് ആ നാട്ടുകാർ അറിയുന്നത്. അതേ അനുഭവം തന്നെയായിരിക്കും ഇവിടെ. മറ്റെന്ത് റോ മെറ്റീരിയൽ ആയാലും നമുക്ക് വിഷയമല്ല. വ്യവസായം വരണം, നാട് വികസിക്കണം, ജോലി കിട്ടണം, അതൊക്കെ ന്യായമായിട്ടുള്ള ആവശ്യമാണ്. പക്ഷേ കുടിവെള്ളം ഇല്ലാതാക്കി, കൃഷിയില്ലാതാക്കി, നാടിനെ മരുഭൂമിയാക്കി, പൊല്യൂഷൻ കൊണ്ട് നിറഞ്ഞ് ഇവിടെ ജനവാസത്തിന് പറ്റാത്ത തരത്തിലേക്ക് ഈ നാടിനെ മാറ്റുന്ന രീതിക്ക് അങ്ങനെ ഒരു വ്യവസായം വരുന്നതിന് ഞങ്ങൾ എതിരാണ്. എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇപ്പൊ നമ്മോടൊപ്പം ഉണ്ട്. മന്ത്രി ഉറപ്പ് നൽകുകയാണ് ഭൂഗർഭ ജലം ഒരു തുള്ളി പോലും എലപ്പുള്ളി ഗ്രാമപഞ്ചായത്തിൽ നിന്ന് എടുക്കില്ല എന്ന്. എന്താ നിങ്ങൾ ആ ഒരു ഉറപ്പ് അതങ്ങനെ വിശ്വസിക്കാത്തത്? ആ ഉറപ്പ് ഒരു വെറുതെ ഉള്ള ഒരു ഉറപ്പാണ്. നമുക്കറിയാം വ്യവസായ മേഖലയിലാണ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ വരേണ്ടത്. ഇത് ഞങ്ങളുടെ എലപ്പുള്ളി പഞ്ചായത്തിലുള്ള വ്യവസായം ഇല്ലാത്തൊരു മേഖലയിൽ കൃഷി ഇരിക്കുന്ന അവിടെ കുടിക്കാൻ വെള്ളമില്ലാത്തൊരു സ്ഥലത്ത് അവിടെ എന്താണ് ഈ വ്യവസായം വരണം താല്പര്യം? അപ്പോൾ തൊട്ട് വ്യവസായ മേഖലയിൽ വരട്ടെ, വ്യവസായ മേഖലയിൽ ഇങ്ങനെയുള്ള കമ്പനികൾ വരേണ്ടത്. അതല്ലാതെ ഇവിടെ തന്നെ എലപ്പുള്ളി പഞ്ചായത്തിൽ ഈ 7ാം വാർഡിൽ തന്നെ എന്തിനാണ് വ്യവസായം വരുന്നത്? പിന്നെ അദ്ദേഹം പറഞ്ഞ ഏത് വെള്ളമാണ് ആ വെള്ളം കൊണ്ട് മതിയാകുമോ? ഇതൊക്കെ ആളുകളെ കണ്ണി പൊടിയിടാനാണ്. ഇത് ഇവിടെയുള്ള വെള്ളം ബോറടിച്ച് വെള്ളം എടുത്ത് അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കമ്പനിക്കാർ വന്നത്. ചെറിയ സ്ഥലത്തിന് വില കിട്ടിയത് കൊണ്ടാണ് അവരിവിടെ വാങ്ങിയത്. അല്ലാണ്ട് വ്യവസായ മേഖല കമ്പനി വരുന്നത് ഞങ്ങൾ എതിരല്ലോ. ആരോ വ്യവസായ മേഖല വരട്ടെ. ഈ എലപ്പുള്ളി പഞ്ചായത്തിൽ ഈ പ്രദേശത്ത് അത് 4ാം വാർഡും 7ാം വാർഡും 8ാം വാർഡുമാണ് ആ പ്രദേശം. അവിടെ എന്തായാലും ഈ കമ്പനി വരാൻ പാടില്ല എന്നാണ് ഞങ്ങൾ പഞ്ചായത്ത് തീരുമാനം. നോക്കൂ, ഇവിടെ പഞ്ചായത്തിന്റെ പ്രതിഷേധം കൊണ്ട് മാത്രം പ്ലാന്റ് വരാതിരിക്കില്ല എന്ന തരത്തിലാണ് പ്രതികരണം സർക്കാർ തലത്തിൽ വരുന്നത്. അതിനനുസരിച്ച് ചട്ടങ്ങളിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ അധികാരം അതുൾപ്പെടെ നിയന്ത്രിച്ചുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള നീക്കങ്ങളൊക്കെ വരുന്നത്. അതൊന്നും കാര്യമില്ല മാഡം. ഒരു എതിർപ്പ് വന്നു കഴിഞ്ഞാൽ ആളുകളുടെ എതിർപ്പ് വന്നു കഴിഞ്ഞാൽ അത് ഏത് വ്യവസായവും വരില്ല. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കൂടി ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഈ എലപ്പുള്ളി ബ്രൂവറിക്കെതിരായ വിഷയം എത്ര കണ്ട് ആളുകൾക്കിടയിൽ ഒരു സംസാര വിഷയമാണ്, വോട്ടർമാരെ സ്വാധീനിക്കുന്ന വിഷയമാണ്? തീർച്ചയായിട്ടും ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബ്രൂവറി വിഷയം വലിയൊരു വിഷയം തന്നെയാണ്. കാരണം നമുക്കറിയാം ഈ കാർഷിക മേഖലയാണ്. നെല്ലും നാളികേരം ഉൾപ്പെടെ ചെറുകിട കർഷകർ ഉൾപ്പെടെ ഉള്ളതാണ്. ഭൂഗർഭ ജലം ഇപ്പോൾ എടുക്കില്ല പറഞ്ഞാൽ എടുക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. കാരണം നമുക്കറിയാം ഒരു കമ്പനി കെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ചെയ്യുന്ന ആർക്കും അറിയില്ല. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ പെപ്സി കമ്പനി നോക്കിയപ്പോൾ
പിന്നെ സാറ്റലൈറ്റിലൂടെ കണ്ടിട്ട് ബോർവെലാണ്, വലിയ ബോർവെൽ. ആ പെപ്സി നിർത്തിയപ്പോഴാണ് ഭൂഗർഭജല തോത് വർദ്ധിച്ചത്. ഇപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ചെയ്യില്ല പറഞ്ഞാൽ പിന്നീട് ചെയ്യും, ഇപ്പോൾ തൊഴിൽ കൊടുക്കാൻ പറഞ്ഞാൽ പിന്നീടൊക്കെ കരാറാകും. അപ്പോൾ മണ്ണും ജലവും ചൂഷണം ചെയ്ത് കൊണ്ടിട്ടുള്ള ഓയാസിസ് നമുക്കറിയാം. ഇന്ത്യ രാജ്യത്തിൽ ഓയാസിസ് എവിടെയൊക്കെ പിന്നെ നിന്നിട്ടുണ്ടോ അവിടെയൊക്കെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയതാണ്. ചുറ്റു ഷുഗേഴ്സ് നിങ്ങൾ പോയി പരിശോധിച്ച് നോക്കണം. പരിക്കലൂറ്റ ചള്ളിയിൽ ഈ മൊളാസ് ഉണ്ടാക്കിയിട്ടുള്ള വേസ്റ്റ് ഇപ്പോഴും കറുത്ത വെള്ളമാണ് വരുന്നത്. അപ്പോൾ മണ്ണും ജലവും ചൂഷണം ചെയ്ത് കർഷകരെ വഞ്ചിക്കുന്ന ഓയാസിസ് കമ്പനി ഈ എലപ്പുള്ളി പഞ്ചായത്തിൽ സമ്മതിക്കില്ല എന്ന് തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അടിവരിയിട്ട് പറയാനുള്ളത്. ഒറ്റ കാര്യം കൂടി, ഇതിലിപ്പോൾ ഈ ഒളിച്ചുകളി നടത്തുകയാണോ സർക്കാർ? എന്ന് വെച്ചാൽ ആളുകളെ, ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ സർക്കാർ ഒളിച്ചുകളി നടത്തുകയാണെന്നുള്ളൊരു സംശയമുണ്ടോ? അതിന് യാതൊരു സംശയവുമില്ല. ഒളിച്ചുകളി തന്നെയാണ് നടത്തുന്നത്. എന്തുകൊണ്ട് നമ്മൾ ഈ ഓയാസിസ് വരുന്നത് ഈ എലപ്പുള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ മണ്ണക്കാട് വരുമ്പോഴേ എന്തുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്തിന് ഈ വിവരം അറിയിക്കാതിരുന്നത്? അവർ പറയണത് പുതുശ്ശേരിയിൽ വരണമെന്നാണല്ലോ പറഞ്ഞിരുന്നത്. അപ്പോൾ പുതുശ്ശേരിയിൽ വരണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളതിന് പുതുശ്ശേരിയിലായിരിക്കും, അതൊരു വ്യാവസായിക മേഖലയാണെന്നല്ലേ നമ്മൾ വിചാരിച്ചത്. എലപ്പുള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ മണ്ണക്കാടാണ് വരുന്നത് പറയാത്തത് കൊണ്ട് തന്നെ ഇതൊരു ഒളിച്ചുകളി തന്നെയാണ്, യാതൊരു സംശയമില്ല. ശരി, നമുക്ക് ഇനി അറിയേണ്ടത് CPM-ന്റെ വേർഷനാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്ലാന്റ് വരുന്നത്, ബ്രൂവറി പ്ലാന്റ് വരുന്നത് പഞ്ചായത്തിനെ അറിയിച്ചില്ല എന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ വ്യവസായ നയം എന്ന് പറയുന്നത് അതിൻ്റെ പ്രാഥമിക അനുമതി കൊടുക്കാൻ പഞ്ചായത്തിൻ്റെ ആവശ്യമില്ല. അതാണ് ഉള്ളത്. പ്രാഥമികമായിട്ടുള്ള അനുമതിക്ക് സിംഗിൾ വിൻഡോ സിസ്റ്റം എന്ന വ്യവസായ വകുപ്പിൻ്റെ ഭാഗമായി ലഭിക്കുമ്പോൾ അതിന് ഒരു കാലാവധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ കാലാവധിക്കുള്ളിൽ മാത്രമാണ് പഞ്ചായത്തിൻ്റെ അനുമതി മേടിക്കാനുള്ളൂ. അതുകൊണ്ട് അറിയിച്ചിട്ടില്ല. പിന്നെ കത്തിടപാടുകളെല്ലാം ഇവർ നടത്തിയിട്ടുണ്ട്. ഇവർക്കൊന്നും അത് കൃത്യമായി യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇവർ പറഞ്ഞതൊക്കെ പച്ചക്കള്ളമാണ്, ഒറിജിനൽ പച്ചക്കള്ളമാണ് ഇവിടുത്തെ UDF ഭരിക്കുന്ന ഇവിടുത്തെ ഭരണസമിതി ചെയ്തു. നിങ്ങൾ CPM മുമ്പ് പെപ്സി കമ്പനിക്കെതിരെ സമരം നടത്തി, ജലചൂഷണത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങളൊക്കെ നടത്തി. എന്തുകൊണ്ടാണ് നിങ്ങൾ അത്തരം സാധ്യതകളൊക്കെ ഉള്ള ഒരു ബ്രൂവറിക്കെതിരെ ഒരു അനുകൂല സമീപനം എടുക്കുന്നത്? ബ്ലൂബെറി എന്ന സ്ഥാപനം നമ്മുടെ ഈ MOP എന്ന് പറയുന്ന എഗ്രിമെന്റിൽ പറഞ്ഞിട്ടുള്ള വിഷയം, ഗവൺമെന്റിനെ ബോധിപ്പിച്ചിട്ടുള്ള വിഷയം, ഭൂഗർഭജലം ഒരു തുള്ളി പോലും എടുക്കാതെ ആ പ്രദേശത്തെ മലിനീകരണം ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനവും നടത്താതെ പരിസ്ഥിതിക്ക് ദോഷം വരാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് ആ കമ്പനി നടത്താൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ളൊരു പദ്ധതി വന്നാൽ ആ പദ്ധതിയെ ഇവിടുത്തെ LDF അതുപോലെ തന്നെ ഇവിടുത്തെ CPIM അനുകൂലിക്കും. മാത്രമല്ല അതിലിപ്പോ നമുക്കൊരു ഉറപ്പൊന്നുമില്ലല്ലോ. ഇല്ല, അതാണ് ഉറപ്പ്. അവർ പറയുന്ന ആളുടെ ഉറപ്പ്. അതിൽ തെറ്റിയാൽ അങ്ങനെ ഒരു നടപടി സ്വീകരിച്ചാൽ ഈ നാട്ടിൽ പെപ്സിക്കും കൊക്കക്കോളയ്ക്കുമെതിരായി അതിശക്തമായ പോരാട്ടം നടത്തിയിട്ടുള്ളതാണ് CPM-ഉം അതുപോലെ തന്നെ ഇവിടുത്തെ യുവജന പ്രസ്ഥാനവും. അതിന് മുന്നിൽ നിൽക്കാൻ ഒരുപക്ഷെ കോൺഗ്രസോ BJP-യെക്കാളും അതിശക്തമായ പോരാട്ടം നടത്താൻ ഞങ്ങൾ മുന്നിട്ടുണ്ടാകുമെന്നാണ് ഈ വിഷയത്തെ ഞങ്ങൾക്ക്. പക്ഷേ നോക്കൂ, പ്ലാന്റ് തുടങ്ങട്ടെ, ജലചൂഷണം ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ പ്ലാന്റ് തുടങ്ങിയ ശേഷം നോക്കാമെന്ന് പറയുന്നത് ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള ഒരു സമീപനമാണോ? ജനപക്ഷത്തല്ല, ഞങ്ങൾ പറയുന്നു ഒരു തുള്ളി. ആ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കമ്മിറ്റഡ് ആയിട്ടുള്ള പാർട്ടിയാണ് ഞങ്ങൾ. ഞാൻ കർഷക സംഘത്തിന്റെ ഇവിടുത്തെ വില്ലേജ് കമ്മിറ്റിയുടെ സെക്രട്ടറി പറയുന്നു, അവിടുത്തെ പാവപ്പെട്ടവന്റെ സാധാരണക്കാരെ കൃഷിക്കാരന്റെ അവന്റെ ആശങ്കകൾ മാറ്റിക്കൊണ്ട് ഒരു തുള്ളി വെള്ളമെടുത്താൽ ആ കമ്പനിയുടെ ആദ്യത്തെ പൂട്ടുന്നത് ഞാൻ അവിടുത്തെ LDF സ്ഥാനാർത്ഥിയാണ്. ഞാനായിരിക്കും അവിടെ പൂട്ടുകയെന്ന് ഈ പഞ്ചായത്തിലെ ഈ നിൽക്കുന്നവർക്ക് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉറപ്പ് നൽകുന്നു. നിങ്ങൾ ആ വാർഡിലെ LDF-ന്റെ സ്ഥാനാർത്ഥിയാണ്. നിലവിൽ മറ്റേ മെമ്പറാണ് ശാന്തി, വാർഡ് മെമ്പറാണ്. മെമ്പറെ അപ്പൊ അവിടെ ബ്രൂവറി വരട്ടെ എന്നാണോ നിലപാട്? വരട്ടെ എന്ന് പറഞ്ഞാൽ വികസനം വരുന്നതിന് CPM ഇടതുപക്ഷമോ തടസ്സമല്ല. പക്ഷെ ഭൂഗർഭജലം താത്തിയിട്ട് എടുക്കുന്നതിന് ഞങ്ങൾ തടസ്സം തന്നെയാണ്. ഒരു തുള്ളി വെള്ളം എടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതിന് ഞങ്ങൾ തന്നെയാണ് ആദ്യം പൂട്ടിടുന്നത്. കാരണം അവിടുത്തെ കൃഷിക്കാർക്കോ കർഷകർക്കോ അവിടുത്തെ ജനങ്ങൾക്കോ ദോഷം വരുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിനും CPM-ഓ അല്ലെങ്കിൽ LDF-ഓ തടസ്സം നിൽക്കില്ല. വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് തടസ്സം നിൽക്കില്ല. അപ്പൊ വെള്ളം എടുക്കില്ല എന്ന് മന്ത്രി പറഞ്ഞാൽ അതിനെ പൂർണ്ണമായി വിശ്വസിക്കാവുന്നതേ ഉള്ളൂ. സർക്കാർ ഒരു ഉറപ്പ് പറയുമ്പോൾ അതിൽ നിൽക്കുകയാണ്, തീർച്ചയായിട്ടും അതിൽ ചെയ്യും. ജനങ്ങളെ ദ്രോഹിക്കുന്നതിൽ CPM കൂട്ടു നിൽക്കില്ല എന്ന ഉറപ്പുണ്ട്. കുറെ ആളുകൾക്ക് തൊഴിൽ കിട്ടും, ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടും. അങ്ങനെ അത്തരത്തിലുള്ള ഒരു സംരംഭം ഇവിടെ വേണ്ട പറയുമെങ്കിൽ തീർച്ചയായിട്ടും ഇവർ പറയുന്നു, ഇവർ കള്ള നാടകമാണ് ഇവർ കളിക്കുന്നത്. UDF-ഉം BJP-യും കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയല്ലേ ഇത്? എന്തുകൊണ്ട് BJP അതിന് ഇവരുടെ കൂടെ നിന്ന് അനുകൂലിക്കുന്നു? അത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏത് കേന്ദ്ര സർക്കാരിന്റെ മറ്റേ അംഗീകാരം കൊടുത്തിട്ടുള്ള ഇതാണല്ലോ ഈ എത്തനോള്. അതിവിടെ വരുന്നതിന് സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയല്ലേ? സർക്കാർ പദ്ധതി ആണെങ്കിലും ഇതിന് അനുമതി കൊടുത്തിട്ടുള്ളത് ആരാ? ഈ പഞ്ചായത്തല്ലേ? പഞ്ചായത്തിലേക്ക് ഈ കത്തടപാട് നടന്നല്ലോ.
ഒരു UDF മെമ്പർ അല്ലേ അതിന് സ്ഥലം തരപ്പടി കൊടുത്തത്? ഇവിടെ കത്തിടപാട് നടന്നിട്ടുണ്ട്, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ഇവിടെ UDF മെമ്പർ തന്നെയാണ് സ്ഥലമൊക്കെ കാണിച്ചു കൊടുത്തത് എന്നാണ് പറയുന്നത്. UDF മെമ്പർ സ്ഥലം കാണിച്ചു കൊടുത്തിട്ടുണ്ടെന്നില്ല. ഒരു ബിസിനസ്സുകാരൻ അവന്റെ ബിസിനസ് നടത്തും. അത് ഇവിടെ ബ്രൂവറി വരണമെന്ന് പറഞ്ഞിട്ടല്ല അദ്ദേഹം ബിസിനസ് നടത്തിയിരിക്കുന്നത്. ഒന്ന്. രണ്ടാമത് പഞ്ചായത്തിലെ ഒരു അനുമതിയും ഇവിടെ അറിഞ്ഞിട്ടില്ല. പഞ്ചായത്ത് പ്രസിഡന്റോ ഭരണസമിതിയോ ഈ ഒരു ബ്രൂവറി ഇവിടെ വരുന്നത് എലപ്പുള്ളി ഗ്രാമപഞ്ചായത്തിലാണെന്നുള്ളത് പറഞ്ഞിട്ടില്ല. പുതുശ്ശേരിയിൽ കഞ്ചിക്കോട് പുതുശ്ശേരി വരണമെന്ന് പറഞ്ഞിട്ടാണ് അവർ ഇത് പ്രചരണം കൊടുത്തതും പിന്നെ മന്ത്രിസഭയിൽ അറിയിച്ചിരിക്കുന്നതും. എരപ്പുള്ളി ഗ്രാമപഞ്ചായത്തിൽ ഇങ്ങനെ ഒരു ബ്രൂവറി വരാൻ ഞങ്ങൾ അനുമതിയില്ല. ഞാൻ 7-ാം വാർഡിന്റെ നിലവിലുള്ള മെമ്പറാണ്. മാർച്ച് മാസം ലാസ്റ്റ് മുതൽ പിന്നെ ടാങ്കർ ലോറിയിൽ കുടിവെള്ളം കൊടുക്കുന്ന സ്ഥലമാണ് അവിടെ. 7-ാം വാർഡിന്റെ മെമ്പർ തൊട്ടടുത്ത് 50 മീറ്റർ അടുത്തുള്ള മെമ്പറാണ്. ഒരു തുള്ളി വെള്ളം പോലും കുടിവെള്ളം പോലും ഉപയോഗിക്കില്ല എന്നാണ് CPM-ന്റെ വാക്ക്. തുള്ളി ഉപയോഗിക്കണ്ട, ലിറ്റർ കണക്കിന് ഉപയോഗിച്ചാൽ മതി. അങ്ങനെ ഉപയോഗിച്ചാൽ അവർ തന്നെ അതിന് പൂട്ടിടും. ബ്രൂവറി എന്നൊരു സ്ഥാപനം വരുമ്പോ അതിന്റെ ഏറ്റവും കൂടുതൽ ഉപയോഗം ഏതാണ്? വെള്ളമല്ലേ. 10 ദശലക്ഷം ലിറ്റർ വെള്ളം ഒരു ദിവസം എവിടെ നിന്ന് കിട്ടും? പ്രസിഡന്റ്, മഴവെള്ള സംഭരണി ഉപയോഗിച്ചുകൊണ്ട് ഇത് സാധ്യമാണെന്നാണ് മന്ത്രിയും CPM-കാരൊക്കെ പറഞ്ഞത്. മാതൃക ഉദാഹരണവും തെളിവുകളും നിരത്തുന്നു അവർ. അപ്പൊ അത് സാധ്യമല്ലേ ഒരു മഴവെള്ള സംഭരണി? ആയിരക്കണക്കിന് ഏക്കർ സ്ഥലത്ത് പോയി ഓയാസിസ് കമ്പനിയുടെ പ്രതിനിധിയായിട്ടാണ് മന്ത്രി രാജേഷ് അഹല്യയിൽ പോയിട്ട് മഴവെള്ള സംഭരണിയുടെ കാര്യങ്ങൾ പഠിക്കാനായിട്ട് പോയത്. ഗവൺമെന്റിന്റെ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ടല്ല പോയത്. ഓയാസിസിന്റെ പ്രതിനിധിയായിട്ടാണ് മന്ത്രി പഠിക്കാൻ പോയത്. അത് വെറുതെ പോകുമോ? അതിന്റെ പിന്നിൽ എന്താണ്? കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയുണ്ട്. പ്രത്യേകിച്ച് പറയാം, മഴനിഴൽ പ്രദേശമായിട്ടുള്ള ഈ പ്രദേശത്ത് മഴവെള്ള സംഭരണിയിൽ നിന്ന് എത്ര ലക്ഷം ലിറ്റർ വെള്ളമാണ് ഇവർ സംഭരിക്കാൻ പോകുന്നത്? ഇവർക്ക് റോ മെറ്റീരിയൽ ഈ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ഒരു ദിവസം ആവശ്യം. അതിനുള്ള വെള്ളം എവിടെ നിന്ന്? അങ്ങനെയുള്ളവരാണെങ്കിൽ കൊടുമ്പ് പഞ്ചായത്തിലെ ഒരു സുരേഷിന്റെ സർട്ടിഫിക്കറ്റ് വെക്കൂ. ഇവിടെ അയാൾ വെള്ളം തരാം എന്ന് പറഞ്ഞിട്ട് മഴവെള്ള സംഭരണിയാണെങ്കിൽ പിന്നെ അതെന്തിനു വെച്ചു? ഈ ബ്രൂവറിയിലെ വികസന സാധ്യതകൾ തുറന്നുകാട്ടി പഞ്ചായത്തിന്റെ ഭരണം പിടിക്കാൻ പോകുന്നു, എന്നിട്ട് ഞങ്ങൾ ബ്രൂവറിയും സ്ഥാപിക്കാൻ പോകുന്നു. അതാണോ LDF-ന്റെ നിലപാട്? ഈ ബ്ലൂവറി എന്ന് പറയുന്നത് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമേ അല്ല. ഈ നാട്ടിലെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് പാവപ്പെട്ടവന് വീട് കിട്ടിയില്ല, കുടിക്കാനുള്ള വെള്ളം ഇവിടെ കൃത്യമായി ഇവർ കൊടുത്തില്ല, തെരുവുകളൊക്കെ സ്ഥാപിച്ചില്ല. ഈ വോട്ടാകില്ല, ഒന്നുമില്ല, ഒരു വിഷയമേ അല്ല. പാവപ്പെട്ട ഈ എലപ്പുള്ളി പഞ്ചായത്തിലെ എല്ലാ റോഡുകളും കുഴിയാനിരിക്കുകയാണ്. വലിയ ജനവികാരമായി നിൽക്കുകയാണ്. ഏതായാലും എലപ്പുള്ളിയിലെത്തിയാൽ ബ്രൂവറി തന്നെയാണ് ചൂടേറിയ വിഷയം. അപ്പോ അത് തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കുമോ, വോട്ടർമാരെ സ്വാധീനിക്കുമോ എന്ന് കണ്ടറിയാൻ നമുക്ക് 13-ാം തീയതി വോട്ടെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണൽ വരെ കാത്തിരിക്കാം. ബ്രൂവറിയാണോ ഇവിടെയുള്ള ഒരു വോട്ടിനെ സ്വാധീനിക്കുന്നത് എന്നതിന് നമുക്ക് എന്തായാലും ഇതിവിടെ അവസാനിപ്പിക്കാം. മറ്റൊരിടത്ത് വെച്ച് വീണ്ടും കാണാം. ബൈ.